ഇവിടെ എ ബി എന്നീ ബ്ലോക്കുകളെ ഒരു സ്ട്രിങ്ങുമായി കണക്ട് ചെയ്തതിന് ശേഷം ഈ സിസ്റ്റത്തെ ഒരു സ്പ്രിങ്ങിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എ എന്ന ബ്ലോക്കിന്റെ മാസ് 3m എന്നും ബി എന്ന ബ്ലോക്കിന്റെ മാസ് m എന്നുമാണ്. അടുത്തതായി ഇവിടെ ഈ സ്ട്രിങ്ങിനെ മുറിക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രിങ്ങിനെ ഇങ്ങനെ മുറിച്ച ഉടനെ എ എന്ന ബ്ലോക്കിന്റെയും ബി എന്ന ബ്ലോക്കിന്റെയും ആക്സിലറേഷൻ എന്താണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ സ്ട്രിങ്ങിനെ മുറിക്കുന്നതിന് മുമ്പത്തെയും സ്ട്രിങ്ങിനെ മുറിച്ചതിന് ശേഷവുമുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ രണ്ട് ബ്ലോക്കിന്റെയും ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. ഒരു വസ്തുവിനെ മാറ്റി വരച്ചതിന് ശേഷം അതിൽ ഏതൊക്കെ ബലങ്ങൾ പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് വരച്ചു കാണിക്കുന്ന ഡയഗ്രത്തെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് വിളിക്കുന്നത്. അടുത്തതായി നമ്മൾ സ്ട്രിങ് മുറിക്കുന്നതിന് മുമ്പ് ബി എന്ന ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് വരയ്ക്കാൻ പോകുന്നത്. അത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ബി എന്ന ബ്ലോക്കിൽ ഏതൊക്കെ ഫോഴ്സുകളാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് നോക്കണം. ഇവിടെ ബി എന്ന ബ്ലോക്കിൽ താഴേക്കായി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കറിയാം. അത് ബ്ലോക്കിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഈ ബ്ലോക്കിന് കിട്ടുന്ന മറ്റൊരു ഫോഴ്സ് ഈ സ്ട്രിങ് നൽകുന്ന ഫോഴ്സ് ആണ്. നമ്മൾ അതിനെ ടെൻഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഫോഴ്സിനെ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ടെൻഷൻ എന്നത് ഒരു പുള്ളിംഗ് ഫോഴ്സ് ആണ്. കയറോ നൂലോ പോലുള്ള വസ്തുക്കൾക്ക് ഒരു വസ്തുവിനെ പുൾ ചെയ്യാൻ അല്ലെങ്കിൽ വലിക്കാൻ മാത്രമേ കഴിയൂ. പുഷ് ചെയ്യാൻ കഴിയില്ല. ഇത് കാരണത്താലാണ് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ ടെൻഷൻ ഫോഴ്സ് എപ്പോഴും വസ്തുവിൽ നിന്ന് അകലേക്കായി അടയാളപ്പെടുത്തുന്നത്. തുടക്കത്തിൽ ബി എന്ന ബ്ലോക്കിന് ആക്സിലറേഷൻ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു വസ്തു ആക്സിലറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിലൊരു നെറ്റ് ഫോഴ്സ് പ്രയോഗിക്കപ്പെടണം. ഇവിടെ ഈ ബ്ലോക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അതിനർത്ഥം ഈ ബ്ലോക്കിൽ പ്രയോഗിക്കപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ് എന്നാണ്. അതിനാൽ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നത് ടെൻഷൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അടുത്തതായി സ്ട്രിങ്ങിനെ മുറിക്കുന്നതിന് മുമ്പ് എ എന്ന ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അത് വരയ്ക്കാനായി നമ്മൾ ആദ്യം ബ്ലോക്കിനെ മാറ്റി വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ശേഷം അതിൽ ഏതൊക്കെ ഫോഴ്സുകളാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെ താഴേക്കായി ആക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഈ സ്ട്രിങ് കൊടുക്കുന്ന ടെൻഷൻ ഫോഴ്സും ഉണ്ടാവും. ടെൻഷൻ ഫോഴ്സ് ഒരു പുള്ളിംഗ് ഫോഴ്സ് ആയതിനാൽ ബ്ലോക്കിൽ നിന്നും അകലേക്കായാണ് അതിനെ അടയാളപ്പെടുത്തേണ്ടത്. ഈ എ എന്ന ബ്ലോക്കിൽ സ്പ്രിംഗ് ഫോഴ്സും കൂടി പ്രയോഗിക്കപ്പെടുന്നുണ്ട്. സ്പ്രിങ്ങിൽ ഒരു വസ്തുവിനെ തൂക്കിയിടുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സിന്റെ ദിശ മുകളിലേക്കായിരിക്കും. സ്പ്രിങ്ങിന്റെ ഇലാസ്റ്റിക് നേച്ചർ കാരണം അതിന് അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു പ്രവണതയുണ്ട്. ഈ പ്രവണത മൂലം സ്പ്രിംഗ് അതിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സുകളുടെ എതിർദിശയിൽ, അതായത് മുകളിലേക്ക് ഒരു ബലം ചെലുത്തുന്നു. ഈ ഫോഴ്സിനെ നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. എ എന്ന ബ്ലോക്കിനും തുടക്കത്തിൽ ആക്സിലറേഷൻ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ടെൻഷൻ ഫോഴ്സ് പ്ലസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമുക്ക് എഴുതാം. ഈ ബ്ലോക്കിന്റെ മാസ് 3m എന്നായതിനാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 3mg എന്നായിരിക്കും. ടെൻഷൻ എന്നത് mgക്ക് ഈക്വൽ ആണ് എന്ന് ബി എന്ന ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രിംഗ് ഫോഴ്സ് 4mg എന്ന് കിട്ടുന്നു. അടുത്തതായി സ്ട്രിംഗ് മുറിച്ച ഉടനെയുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. സ്ട്രിംഗ് മുറിക്കുമ്പോൾ ഈ ബി എന്ന ബ്ലോക്കിലുള്ള ടെൻഷൻ ഇല്ലാതാവും. പിന്നെ അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമായിരിക്കും പ്രയോഗിക്കപ്പെടുന്നത്. നെറ്റ് ഫോഴ്സ് 0 അല്ലാതാവുകയും ഈ ഫോഴ്സ് കാരണത്താൽ അത് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ബി എന്ന ബ്ലോക്കിന്റെ ആക്സിലറേഷൻ g എന്ന് കിട്ടുന്നു. അടുത്തതായി സ്ട്രിംഗ് മുറിക്കുന്നത് എ എന്ന ബ്ലോക്കിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെയും ടെൻഷൻ ഫോഴ്സ് 0 എന്നായിരിക്കും വരുന്നത്. പിന്നെ ഈ ബ്ലോക്കിൽ സ്പ്രിംഗ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യം എ എന്ന ബ്ലോക്കിലെ സ്പ്രിംഗ് ഫോഴ്സിനെ ബാലൻസ് ചെയ്തിരുന്നത് ടെൻഷൻ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒന്നിച്ചായിരുന്നു. എന്നാൽ സ്ട്രിംഗ് മുറിച്ചതോടെ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമായതിനാലും സ്പ്രിംഗ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതലായതിനാലും ഇനി ഈ ബ്ലോക്ക് റെസ്റ്റിൽ തുടരില്ല. പകരം അത് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. സ്പ്രിംഗ് ഫോഴ്സ് 4mgക്ക് ഈക്വൽ ആണ് എന്ന് നമ്മൾ ആദ്യം കണ്ടിരുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 3mgക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 4mg മൈനസ് 3mg എന്ന് പറയുന്നത് ഈ ബ്ലോക്കിലെ നെറ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷന് ഈക്വൽ ആയിരിക്കും. ഇവിടുന്ന് നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് g/3ക്ക് ഈക്വൽ ആണ് എന്ന് കിട്ടുന്നു.